നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. കേന്ദ്ര ബജറ്റിൽ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട സുപ്രധാന മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2024 ഫിനാൻസ് ആക്ട് പ്രകാരം സെക്ഷൻ 115 BSEയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഈ ഭേദഗതി 2024-25 സാമ്പത്തിക വർഷത്തിൽ പ്രാബല്യത്തിലായിട്ടുണ്ട്. അതേസമയം യോഗ്യരായ നികുതിദായകർക്ക് പുതിയ നികുതി വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാകാനും പഴയ നികുതി വ്യവസ്ഥയിൽ തുടരാനുമുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ സാധിക്കും. നികുതിദായകർക്ക് വിവിധ നികുതി കിഴിവുകളും ഇളവുകളും പഴയ നികുതി വ്യവസ്ഥ വാഗ്ദാനം ചെയ്യുന്നു. ബിസിനസ് ഇതര മേഖലയിലെ നികുതിദായകർക്ക് അവരുടെ ആദായ നികുതി റിട്ടേണിലെ ഓപ്ഷൻ അനുസരിച്ച് ഓരോ വർഷവും തങ്ങൾക്ക് അനുയോജ്യമായ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കാം. സെക്ഷൻ 139(1) പ്രകാരം നിശ്ചിത തീയതിക്ക് മുമ്പ് തന്നെ ITR ഫയൽ ചെയ്യേണ്ടതാണ്. എന്നാൽ ബിസിനസ് പ്രൊഫഷണൽ മേഖലയിൽ നിന്നുള്ള നികുതിദായകർക്ക് പുതിയ നികുതി വ്യവസ്ഥയായിരിക്കും അനുയോജ്യം. നികുതി വ്യവസ്ഥയിൽ മാറ്റം ആഗ്രഹിക്കുന്ന നികുതിദായകർ ITR ഫയൽ ചെയ്യുന്നതിന് മുൻപ് ഫോം 10IEA ഉറപ്പായും സമർപ്പിക്കണം. പഴയ നികുതി വ്യവസ്ഥയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നവരും 10IEA ഫോം സമർപ്പിക്കണം. ബിസിനസ് പ്രൊഫഷണൽ മേഖലയിലെ നികുതിദായകർക്ക് പഴയ നികുതി വ്യവസ്ഥയിലേക്ക് മാറാനും പിന്നീട് അവയിൽ നിന്ന് ഒഴിവാകാനും ഒരിക്കൽ മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും റിപ്പോർട്ടുണ്ട്. പുതിയ നികുതി വ്യവസ്ഥയും പഴയ നികുതി സംവിധാനവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയെന്ന് നോക്കാം. പുതിയ നികുതി വ്യവസ്ഥയിലെയും പഴയ നികുതി വ്യവസ്ഥയിലെയും നികുതി സ്ലാബിലും നിരക്കുകളിലും കാര്യമായ വ്യത്യാസം നിലനിൽക്കുന്നു. പഴയ നികുതി വ്യവസ്ഥയിൽ വിവിധ കിഴിവുകളും ഇളവുകളും നിലനിൽക്കുന്നു. എന്നാൽ പുതിയ നികുതി വ്യവസ്ഥയിൽ നികുതി നിരക്കുകൾ കുറവാണ്. എന്നാൽ പരിമിതമായ കിഴിവുകളും ഇളവുകളുമാണ് ഇവ വാഗ്ദാനം ചെയ്യുന്നത്. പഴയ നികുതി വ്യവസ്ഥയിൽ ശമ്പള വരുമാനത്തിൽ നൽകി വന്നിരുന്ന 50,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പുതിയ നികുതി വ്യവസ്ഥയിലും പ്രാവർത്തികമാകും. പുതിയ നികുതി വ്യവസ്ഥയിൽ ഈ കിഴിവ് 75,000 ഉയർത്തിയിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷം മുതൽ ഇവ പ്രാബല്യത്തിലായി കഴിഞ്ഞു. സെക്ഷൻ 87A പ്രകാരമുള്ള റിബേറ്റ് പഴയ നികുതി വ്യവസ്ഥയിൽ ആകെ വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയാത്തവർക്ക് 12,500 രൂപ വരെ നികുതി ഇളവ് ലഭിക്കും. എന്നാൽ ഈ റിബേറ്റ് ആനുകൂല്യം NRI പൗരന്മാർക്ക് ലഭിക്കില്ല. പുതിയ നികുതി വ്യവസ്ഥയിൽ പഴയ നികുതി വ്യവസ്ഥ പ്രകാരം ആകെ വരുമാനം 7 ലക്ഷം രൂപയിൽ കവിയാത്തവർക്കായി 25,000 രൂപ വരെ നികുതി ഇളവ് ലഭിക്കും. ഈ നികുതി ഇളവ് NRI പൗരന്മാർക്ക് ലഭിക്കില്ല. ഇനി ഏത് നികുതി വ്യവസ്ഥയാണ് മികച്ചത് എന്ന് പരിശോധിക്കാം. വ്യക്തികളുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി വേണം നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കേണ്ടത്. പഴയ നികുതി വ്യവസ്ഥയും പുതിയ നികുതി വ്യവസ്ഥയും താരതമ്യം ചെയ്ത ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ നികുതി സംവിധാനം തിരഞ്ഞെടുക്കണം. ആദായ നികുതി പോർട്ടലിൽ ലഭ്യമായ ഇൻകം നികുതി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് 2 നികുതി വ്യവസ്ഥകൾക്ക് കീഴിലുള്ള തങ്ങളുടെ നികുതി ബാധ്യത കണക്കാക്കാൻ സാധിക്കും. ഈ താരതമ്യ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അനുയോജ്യമായ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കുക.